നമസ്കാരം. പിണറായി സർക്കാരിന്റെ ഭരണകാലയളവ് അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനത്തിന് നീക്കം. പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 1000-ൽ പരം ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് സ്ഥിരപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് CETU സംസ്ഥാന കമ്മിറ്റി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഴിവിട്ട നീക്കം. CETUവുമായി അഫിലിയേഷൻ ചെയ്തിട്ടുള്ള കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ എന്ന സംഘടന സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. തുടർന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരം ഇതിന്റെ സാധ്യത പരിശോധിക്കുകയും ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥരായ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് കത്തെഴുതി. കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നിയമനം സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുന്ന റിപ്പോർട്ട് നൽകാനാണ് ആവശ്യം. എന്നാൽ സർക്കാർ നീക്കം വിവാദമായതോടുകൂടി കരാറിൽ നിയമിച്ചവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നും ലഭിച്ച നിവേദനം തദ്ദേശ വകുപ്പിന് മന്ത്രി കൈമാറുകയായിരുന്നുവെന്നും മന്ത്രി MP രാജേഷിന്റെ ഓഫീസ് പ്രതികരിച്ചു. 2012-ൽ പത്രപരസ്യം നൽകിയാണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ് രംഗങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരായ സാങ്കേതിക വിദഗ്ധരെ അതാത് പഞ്ചായത്ത് ഭരണസമിതികൾ നിയമിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സാങ്കേതിക സഹായം നൽകാനുമായിരുന്നു നിയമനം. ഇൻഫർമേഷൻ കേരള മിഷന്റെ ജില്ലാ ടെക്നിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ എഴുത്തു പരീക്ഷ, അഭിമുഖം, പ്രായോഗിക പരീക്ഷ എന്നിവ നടത്തി അർഹതയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുത്തത് എന്ന് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കത്തിലുണ്ട്. എന്നാൽ നിയമനങ്ങളിൽ ചിലത് രാഷ്ട്രീയ സ്വാധീനത്തിലായിരുന്നുവെന്ന് ആക്ഷേപമുയർന്നു. ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ വേതനം 2020 ജൂലൈയിൽ 21,850 രൂപയിൽ നിന്നും 30,385 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. CETU സംഘടന നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വേതന വർധന. കോവിഡ് സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഘടന വലിയൊരു തുക അംഗങ്ങൾ വഴി പിരിച്ച് സംഭാവനയായി നൽകുകയും ചെയ്തിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയ സ്ഥിരപ്പെടുത്തൽ ശ്രമങ്ങൾ കോടതി തടഞ്ഞ അനുഭവം നിലനിൽക്കെയാണ് വീണ്ടും കരാറുകാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നത്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് ലൈബ്രറികൾ, ശിശുമന്ദിരങ്ങൾ, നഴ്സറി സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നേരത്തെ തീരുമാനമായിരുന്നു. ഉമാദേവി കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കരാർ ജീവനക്കാരെ സർക്കാർ സ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തുന്നത്. ഒറ്റ തവണത്തേക്ക് മാത്രം സ്ഥിരപ്പെടുത്തൽ അനുവദിക്കുന്നു എന്നും കീഴ്വഴക്കമാക്കരുത് എന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു ഉമാദേവിക്ക് സ്ഥിര നിയമനം അനുവദിച്ചത്. ഈ വിധി ഉദ്ധരിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്തൽ വിലക്കി ധനവകുപ്പ് ഉത്തരവിറക്കിയതും അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇത് സംബന്ധിച്ച ഫയൽ ധനവകുപ്പുകളിലേക്ക് എത്തിയപ്പോൾ എതിർപ്പ് ഉയർന്നു വന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫയൽ മന്ത്രിസഭയിൽ വെച്ച് അംഗീകാരം നേടിയത്. രാഷ്ട്രീയ താൽപര്യത്തോടു കൂടി നിയമിച്ചവരാണ് പട്ടികയിലെ ഭൂരിപക്ഷവും. VS ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നിയമിക്കപ്പെട്ടവരുമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് 500ഓളം പേരെ മന്ത്രിസഭാ തീരുമാനപ്രകാരം സ്ഥിരപ്പെടുത്തിയായിരുന്നു. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ കോടതിയെ സമീപിച്ചതിനാൽ കേരള ബാങ്കിൽ ഉൾപ്പെടെ തുടർന്നുള്ള സ്ഥിരപ്പെടുത്തൽ സർക്കാർ മരവിപ്പിച്ചു. അന്ന് അവസരം ലഭിക്കാത്തവരടക്കം പുതിയ പട്ടികയിലുണ്ട്. ഓണറേറിയം, ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെയും നടപടിക്രമങ്ങൾ പാലിച്ച് നിയമനം ലഭിച്ചവരെയുമാണ് സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭ അനുമതി നൽകിയത്. 11 പരിപാടിയുടെ ഭാഗമായോ അല്ലാതെയോ നിയമനം ലഭിച്ചവരെയും 10 അതിലധികമോ വർഷം തുടർച്ചയായി പ്രവർത്തിക്കുന്നവരെയും പരിഗണിക്കും. പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാരായി സ്ഥിരപ്പെടുത്തും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പാർട്ട് ടൈമായി നിയോഗിച്ച ഓണറേറിയം ദിവസവേതന രീതിയിലേക്ക് മാറ്റിയവർ ഉൾപ്പെടെയുള്ളവർക്കും സ്ഥിര നിയമനം ലഭിക്കും.